പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തുകയാണ്. തൊട്ടുമുന്നേ നടന്ന ട്രേഡ്സ്മാൻ വെൽഡർ പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് PSCയുടെ കഴിഞ്ഞ ദിവസം 25-ാം തീയതി നടന്ന PSC ബോർഡ് മീറ്റിംഗിൽ എടുത്ത തീരുമാനപ്രകാരം കുറെ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള കൂട്ടത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറും ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിന് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഓഫ്ലൈൻ കോച്ചിങ്ങുകളും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈവനിങ് ബാച്ചുകളായിട്ടും അതുപോലെ തന്നെ വീക്കെൻഡ് ബാച്ചുകളുമായിട്ടൊക്കെയാണ് നമ്മുടെ ഓഫ്ലൈൻ പരിശീലനം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓഫ്ലൈനിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് ആ കാര്യങ്ങൾ നമ്മളെ അറിയിക്കാവുന്നതാണ്. ഓൺലൈൻ കോച്ചിങ് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ പരിശീലനം നിങ്ങൾക്ക് I+ൽ അവൈലബിൾ ആണ്. അത് വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, തൊട്ട് മുന്നേ നടന്ന ട്രെയിനിങ് ഇൻസ്ട്രക്ടറുടെ ഒക്കെ സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു സിലബസിനെ അടിസ്ഥാനമാക്കി വേണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം നമുക്കറിയാം, ജൂനിയർ ട്രേഡ്സ്മാൻ വെൽഡറുടെ ഒരു സിലബസ് വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ക്രിസ്പായിട്ടുള്ള സിലബസ് ആയിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന് ഹാൻഡ് ടൂൾസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റീൽ റൂൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ തുടങ്ങിയിട്ടുള്ള ഹാൻഡ് ടൂളുകളൊക്കെ പഠിക്കണം. ദെൻ ഗ്യാസ് വെൽഡിംഗ് വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്സി അസെറ്റിലിംഗ് വെൽഡിംഗ് എക്യുപ്മെന്റ് ഉൾപ്പെടെയുള്ള, അതുപോലെ ലോ പ്രഷർ വെൽഡിംഗ്, ഹൈ പ്രഷർ വെൽഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ 15 മാർക്ക് അതുണ്ട്. ദെൻ തെർമൽ കട്ടിങ്, ഓക്സി അസെറ്റിലിംഗ് കട്ടിങ്, അതുപോലെ തന്നെ കെമിക്കൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ, ആർക്ക് കട്ടിങ്, അത്തരം കാര്യങ്ങൾ കുറെ അധികം. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും. ദെൻ അടുത്തൊരു മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ആർക്ക് വെൽഡിങ്. എല്ലാ വെൽഡിംഗ് പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആർക്ക് വെൽഡിംഗ് എന്നുള്ളത്. ആർക്ക് വെൽഡിംഗ് എക്യുപ്മെന്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആർക്ക് വെൽഡിംഗ് സ്റ്റാൻഡേർഡ്സ്, WPS ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മെറ്റലർജി ഓഫ് വെൽഡിംഗ് അല്ലെങ്കിൽ ജോയിനിങ് പ്രോസസ്, അതിന്റെ ഒരു മെറ്റലർജി, സോൾഡറിംഗ്, ബ്രേസിംഗ്, റിവറ്റിംഗ് ഒക്കെ ഈ ഒരു മൊഡ്യൂളിലാണ്. അതിന്റെ കൂടെ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്, വിവിധ അനീലിംഗ്, ടെമ്പറിംഗ് എന്നൊക്കെയുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ദെൻ GTAW, ടിക് വെൽഡിംഗ്, അതിന്റെ എക്യുപ്മെന്റ്സ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 15 മാർക്ക് ആ ഭാഗത്തു നിന്നുണ്ട്. ദെൻ GMAW, മിഗ് വെൽഡിംഗുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. CO2 വെൽഡിംഗ്, ബേസ് മെറ്റൽ പ്രിപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 15 മാർക്ക്. ദെൻ സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്, ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ്, അതുപോലെ തന്നെ വിവിധ റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ടൈപ്പുകൾ, അണ്ടർ വാട്ടർ വെൽഡിംഗ്, പ്ലാസ്റ്റിക് വെൽഡിംഗ്, തെർമോ കെമിക്കൽ വെൽഡിംഗ് പ്രോസസ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. 13 മാർക്ക് അതിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ പൈപ്പ് വെൽഡിംഗ് ആൻഡ് പ്ലേറ്റ് വെൽഡിംഗ്, റെപ്രസെന്റേഷൻ ഓഫ് വെൽഡിംഗ്, ഈ വെൽഡിംഗ് പൊസിഷൻസ് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പൈപ്പ് വെൽഡിംഗ് എങ്ങനെയാണ്, പ്ലേറ്റ് വെൽഡിംഗ് എങ്ങനെയാണ്, അതിന്റെ മെത്തേഡുകൾ ഒക്കെ അവിടെ നമുക്ക് പഠിക്കണം. കൂടാതെ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് വെൽഡിംഗ്, ആ കൂട്ടത്തിലാണ് ഈ WPS PQR വരുന്നത്. കൂടാതെ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റും ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏതാണ്ട് ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും പുതിയ സിലബസിൽ വരിക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പഠനം ആരംഭിക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ഇന്റൻസീവായിട്ട് പഠിക്കുക. IT-കളിൽ ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ട് നമുക്ക് കുറെ പരീക്ഷകൾ കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ വർഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ് ഡിപ്ലോമയാണ്, ബേസിക് ക്വാളിഫിക്കേഷൻ. മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. കൂടാതെ ITI ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ITI + 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും വൈകണ്ട, പഠിച്ചു തുടങ്ങുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാൻ. നോട്ടിഫിക്കേഷൻ ഉടനെ എത്തും, ഈ മാസം തന്നെ എത്തും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.